മുജ്തഖാഖമേനി കളത്തിലേക്കിറങ്ങി ഇറാൻ വമ്പൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ ആക്രമണം. ഒരു വിമാനം എന്താ ആകാശത്ത് യുദ്ധവിമാനം തകർത്തോ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ രണ്ട് കപ്പൽ നേർക്ക് വമ്പൻ ആക്രമണം നടത്തി കപ്പൽ തകർന്നു. അമേരിക്കൻ 2 കപ്പൽ പോയിട്ടുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ അറിയോ, കഴിഞ്ഞ ദിവസം ഇറാന്റെ റെയിൽപാളം വാക്കൽ കാര്യങ്ങളൊക്കെ ഇവർ തകർത്തിരുന്നു. ആ ഒരു സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇപ്പം മുജ്തഖാഖമേനി ഭരണത്തിലേറി ഇറാനിലെത്തിയ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താ അറിയോ, തകർക്കുക, എല്ലാം അമേരിക്കന്റെ എല്ലാം തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് 20 കപ്പലുണ്ട്. അതിൽ എബ്രഹാം ലിങ്കൻ അങ്ങനത്തെ പല കപ്പലുകളുണ്ട്. ആ കപ്പലിന്റെ നേരേക്ക് ശക്തമായ ആക്രമണം നടത്തുക, ആ കപ്പലിനെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുക ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇറാൻ പക്കം നടത്തി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലുള്ള ഇറാന്റെ പട്ടാള ക്യാമ്പിലേക്കാണ് 8ഓളം സ്ഥലത്തേക്കാണ് ശക്തമായ ആക്രമണം നടത്തി പൂർണ്ണമായിട്ടും ആ ക്യാമ്പുകളും വാക്കുകളുടെ സംവിധാനങ്ങളും തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോയി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ അങ്ങോട്ട് പറയുന്ന കാരണം, ഇറാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, അമേരിക്കയിൽ ഒരൊറ്റ കപ്പൽ പോലും എന്താ പറയുക വലിച്ചു കൊണ്ടാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. ആ കപ്പലിന് നേർക്ക് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ അയച്ചുവിടുകയും ആ കപ്പലിനെ പൂർണ്ണമായി ഞങ്ങൾ തകർത്ത് കളയുകയും എന്ന് ഒരു പ്രതിജ്ഞയാണ് ഇപ്പോൾ ഇറാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആകാശത്തേക്ക് പോണ വിമാനങ്ങൾ ഇറാനിലേക്ക് എത്തിയോ, ഇറാന്റെ പരിസരത്തേക്ക് എത്തിയോ, ആ സ്പോട്ടിൽ ഞങ്ങൾ ഇല്ലാണ്ടാക്കും. ഇപ്പോഴാ ഒരു വിമാനം വന്നിക്കുക, ഒരു വിമാനം എന്തോ സംഗതിക്ക് വിമാനം വന്നതാ, ഒന്ന് സെർച്ച് ചെയ്യാൻ വന്നിട്ടുള്ളൂ, വന്ന് തീർന്നിട്ടില്ല, അടിച്ച് കടലിൽ പോയി എന്ന റിപ്പോർട്ട് ആ പുറത്തേക്ക് വന്നുകൊണ്ട് അതിശക്തമായുള്ള ആക്രമണമാണ് ഇപ്പൊ ഇറാന്റെ ഭാഗത്തുണ്ട്. അത് 1-2 എന്താ ആ രീതിയിൽ തന്നെയാണ് ഇറാന്റെ ശക്തമായ മുന്നേറ്റങ്ങൾ ഉള്ളത്. ഇറാൻ പറഞ്ഞ കാര്യം അറിയോ, വാക്കുള്ള രാജ്യങ്ങളോ പറഞ്ഞ കാര്യം എന്താ അറിയോ, നിങ്ങൾ രാജ്യം ഏത് ബഹ്റൈൻ, ഖത്തർ അങ്ങനത്തെ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഏത് രാജ്യങ്ങളാവട്ടെ, ഇറാൻ ആക്രമിക്കാൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം, അതിന് ഞങ്ങൾ തരുന്ന മറുപടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ഓർത്ത് കളിച്ചോളി എന്ന റിപ്പോർട്ടുകളാണ് വാക്കുകളുടെ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ പോയി 20 കപ്പലിന്റെ നേരേക്ക് മിസൈലുകൾ തൊടുത്തു വിടാനുള്ള അതിന് മണിക്കൂർ സംഭവിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതായിരിക്കും. 20 കപ്പലിൽ ഞങ്ങൾ തകർക്കും. അമേരിക്കയിലെ ഒരു സംവിധാനത്തെ ഈ പ്രദേശത്ത് നിർത്താൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഏരിയയിൽ കടത്താൻ കഴിയില്ല. ഈ സ്ഥലത്ത് ഞങ്ങളെ ആക്രമിക്കാൻ വന്ന എന്ത് സംഗതിയാണോ ആ സംഗതിയെ മൊത്തം ഞങ്ങൾ തകർത്ത് കളയുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൂടാ. മുജ്തഖാഖമേനി ഇറാനിലുണ്ട്. മുജ്തഖാഖമേനി ആയത്തുള്ള അലി ഖാനയുടെ ഖബറടക്കമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു സാങ്കേതിക വിദ്യക്കോ ഒരു ഇന്റലിജൻസിനോ ഒരു മൊസാദിനോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഇറാനെ സംബന്ധിച്ചോളം. ഇറാനെ സംബന്ധിച്ച് ഏത് വിധത്തിലും കാരണം എന്താ അറിയോ, ഇപ്പോഴത്തെ കിടക്കുന്ന ചൈനയും റഷ്യയാണ്. ഓരോ പിന്തുണയും ഓരോ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അങ്ങ് കളിച്ചങ്ങ് തകർക്കുക. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കുക. താങ്ക് യു വെരി മച്ച്.